ബഗ്ദാദിലാണ് സംഭവം. സാത്വികനായ ഒരു സൂഫി ആശ്രമത്തിൽ മറ്റു പ്രപഞ്ചത്യാഗികളുടെ കൂടെ ജീവിച്ചു വരികയായിരുന്നു. ഒരിക്കൽ ആ വാർത്ത കേട്ടു. അടുത്തൊരു ഗ്രാമത്തിൽ ജനങ്ങൾ വൃക്ഷത്തെ ആരാധിക്കുന്നു. ആരാധിക്കാത്തവർക്ക് നരകമാണെന്നും മറ്റുള്ളവർക്ക് സ്വർഗമാണെന്നും മരത്തിൻ്റെ ആരാധകർ ഉറഞ്ഞു തുള്ളി പറയുന്നു. അതുമാത്രമല്ല, പിന്നെയുമുണ്ട് അത്ഭുതം. മരത്തെ സേവിച്ചവർക്ക് ഉദ്ദിഷ്ടഫലം ലഭ്യം. അസുഖങ്ങൾ പമ്പ കടക്കുന്നു. ഐശ്വര്യങ്ങൾ നിറയുന്നു. ദരിദ്രർ പെട്ടെന്ന് സമ്പന്നരാകുന്നു. അങ്ങനെ പലതും. ഇതൊക്കെ അനുയായികൾ പ്രചരിപ്പിക്കുകയാണ്. മരത്തെ തള്ളിപ്പറഞ്ഞവർ ഇടിയേറ്റു മരിച്ചെന്നും പാമ്പു കടിച്ച് ചത്തുപോയെന്നുമുള്ള കഥകൾ വേറെ. മരത്തെ നിരുത്സാഹപ്പെടുത്തി സംസാരിച്ച ഒരു പുതപ്പ് വ്യാപാരി തുലഞ്ഞു പോയത്രേ. അയാളുടെ മകൾക്ക് മാറാരോഗം വന്നു. ഒടുവിൽ പശ്ചാത്തപിച്ചു മരത്തിനു മുമ്പിൽ മുട്ടുമടക്കുകയാണുണ്ടായത്. ദിവസേന പുതിയ കഥകൾ വരുന്നു. ആളുകൾ കൂടുതൽ ആകൃഷ്ടരാകുന്നു. ആശ്രമത്തിലും ഇതുതന്നെയായിരുന്നു ചർച്ച. പലരുടെയും ആരാധനയ്ക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്നതുപോലെ. കൂട്ടത്തിൽ ധീരനെന്നു തോന്നാത്ത ഒരു സൂഫി കോടാലിയുമായി എഴുന്നേറ്റു. മരത്തെ മുറിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ അയാൾ പുറത്തിറങ്ങി. സഹചാരികൾ പ്രോത്സാഹിപ്പിച്ചു. താങ്കൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ധർമ്മസമരമാണെന്നും അവർ ധൈര്യം കൊടുത്തു. പക്ഷേ മരത്തിൻ്റെ ആരാധകരിൽ പ്രധാനികൾ പല സ്ഥലത്തും യോഗ്യന്മാരെ വിന്യസിച്ചിരുന്നു. ആദ്യമേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. സൂഫി ചെന്നുപെട്ടത് അതിലൊരാളുടെ മുമ്പിൽ. അയാൾ ചോദിച്ചു, എങ്ങോട്ടാവോ ഈ കോടാലിയും തൂക്കി? മരത്തെ മുറിക്കാനാണ്. ജനങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടരുത്. എന്നിട്ട് ഒറ്റക്കാണോ പോകുന്നത്? എൻ്റെ കൂടെ അള്ളാഹുവുമുണ്ട്. അവൻ എന്നെ സഹായിക്കും. മറ്റു മതക്കാരെ നോവിപ്പിക്കരുതെന്ന് ഖുർആനിലില്ലേ? താങ്കൾ ചെയ്യുന്നത് ഖുർആനിനെതിരല്ലേ? ഇതൊരു മതക്കാരെയും വേദനിപ്പിക്കലല്ല. അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങളെ ചീത്ത പറയലുമല്ല. ചൂഷണത്തിൽ നിന്നും തെറ്റിൽ നിന്നും ജനങ്ങളെ കരകയറ്റലാണ്. എന്തും പറഞ്ഞ് അങ്ങോട്ട് ചെല്ല്. അവിടെ മല്ലന്മാരായ പാറാവുകാരുണ്ട്. അവർ താങ്കളെ ശരിയാക്കും. എനിക്കത് പ്രശ്നമല്ല. അള്ളാഹുവിനു വേണ്ടി ഷഹീദാവാനും ഞാൻ ഒരുക്കമാണ്. സൂഫി ഒരു നിലക്കും വഴങ്ങിയില്ല. അയാളുടെ തീരുമാനം ദൃഢമാണെന്നറിഞ്ഞപ്പോൾ ആക്രമിക്കാൻ തന്നെയായിരുന്നു സേവകൻ്റെ തീരുമാനം. അയാൾ മുഷ്ടി ചുരുട്ടി സൂഫിയുടെ മൂക്കിന് ഒറ്റയിടി. അപ്രതീക്ഷിതമായ മർദ്ദനത്തിൽ സൂഫി താഴെ വീണു. അക്രമി സൂഫിയുടെ നെഞ്ചിൽ കയറിയിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ സൂഫി എതിരാളിയെ മലർത്തിയടിച്ചു. ഇടിയോടിടി. അയാൾ തളർന്നു വീണു. വായിൽ നിന്ന് ചോരയൊഴുകി. ഒടുവിൽ അയാൾ പറഞ്ഞു, ഞാൻ തോറ്റിരിക്കുന്നു. എങ്കിലും പറയട്ടെ, വെറുതെ അങ്ങോട്ട് പോവണ്ട. ആ മരം മുറിച്ചാലും അവർ വേറെ മരത്തെ ആരാധിക്കും, കൂടുതൽ വാശിയോടെ. അതുകൊണ്ട് നമുക്കൊരു മധ്യസ്ഥതയിലെത്താം. സൂഫി ഒന്നും പറഞ്ഞില്ല. അയാൾ തുടർന്നു, നിങ്ങൾക്ക് ദിവസേന 2 വെള്ളി ഞാൻ എത്തിച്ചു തരും. ദയവായി മടങ്ങിപ്പോകൂ. അയാൾ വീണ്ടും നിർബന്ധിച്ചു. കാല് പിടിച്ച് അപേക്ഷിച്ചു. 2 വെള്ളി. സൂഫിയുടെ കണ്ണു തിളങ്ങി. തിരിച്ചെത്തിയ സൂഫിയോട് ആശ്രമത്തിലുള്ളവർ ചോദിച്ചു, ഇതെന്തു പറ്റി? പോയ ആവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ. എല്ലാ കാര്യവും സൂഫി പറഞ്ഞു. ഇത് അന്ധവിശ്വാസത്തിന് കൂട്ടുനിൽക്കലല്ലേ എന്ന അവരുടെ ചോദ്യം സൂഫി കേട്ടില്ലെന്ന് നടിച്ചു. പിറ്റേന്നു 2 വെള്ളിയുമായി അയാളെത്തി. സൂഫിക്ക് സന്തോഷമായി. 4 ദിവസം ഇങ്ങനെ തുടർന്നു. 5-ാം ദിവസം അയാൾ വന്നില്ല. പിറ്റേന്നും വന്നില്ല. സൂഫി അക്ഷമനായി. അയാൾ കോടാലിയും എടുത്ത് മരം വെട്ടാനിറങ്ങി. വഴിയിലതാ പഴയ എതിരാളി. അയാൾ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നതെന്ന് തോന്നി. സൂഫി പറഞ്ഞു, എൻ്റെ കാശ് കിട്ടിയില്ല. തരാൻ മനസ്സില്ല. തന്നില്ലെങ്കിൽ ഞാൻ മരം മുറിക്കും. മുറിച്ചാൽ നിന്നെ ഞാനും മുറിക്കും. പറഞ്ഞ് വാക്കേറ്റമായി. പിന്നെ സംഘട്ടനവും. പക്ഷേ പഴയതുപോലെ സൂഫിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അയാൾ തളർന്നു വീണു. നെറ്റിയിൽ നിന്നും ചോരയൊഴുകി. സൂഫിയുടെ നെഞ്ചിൽ കയറി നിന്നു അയാൾ ആക്രോശിച്ചു.
പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. അയാൾ ജീവനും കൊണ്ടോടി. പ്രിയരെ, സ്വാർത്ഥതയാണ് തന്നെ പരാജയപ്പെടുത്തിയതെന്ന് സൂഫി തിരിച്ചറിഞ്ഞു. സ്വാർത്ഥ താൽപര്യക്കാരിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ.